വഞ്ചി മറിഞ്ഞ രണ്ടുപേരെ കാണാതായി. കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞാണ് ഈ രണ്ടുപേരെ കാണാതായത്. ഓട്ടറാട്ട് പ്രദീപ്, പാലക്കാപ്പറമ്പിൽ സന്തോഷ് എന്നിവരെയാണ് കാണാതായത്. ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയായിരുന്നു ഈ സംഭവം നടന്നത്. വഞ്ചിയിലുണ്ടായിരുന്ന മറ്റു 2 ആളുകളുണ്ടായിരുന്നു. അവരെ നീന്തി രക്ഷപ്പെട്ടു എന്നാണ് വാർത്ത. ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്ത് കോട്ടയിൽ പുഴയിൽ മണൽ വാരുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാണാതായ ആളുകൾക്ക് വേണ്ടി തീരദേശ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ നടത്തുകയാണ്. സങ്കടകരമായ ഒരു ഷോക്കിംഗ്, ആകാംക്ഷ നിറഞ്ഞ ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിർത്തുന്ന വാർത്തയാണ് വരുന്നത്. രണ്ടുപേരെ കാണാതായി എന്നുള്ളത്. സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ്, ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും വിവരം ലഭിച്ചോ? നിലവിൽ ഇവരെ കണ്ടെത്താനായിട്ടില്ല. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിൽ ഊർജിത പരിശോധനയാണ് ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഒരു തരത്തിലുള്ള സൂചനകളും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കൊടുങ്ങല്ലൂരിനടുത്ത് കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ ഈ വഞ്ചി അപകടമുണ്ടാകുന്നത്. ഓട്ടാറട്ട് പ്രദീപ്, അതേപോലെ തന്നെ പാലക്കപ്പറമ്പിൽ സന്തോഷ് എന്നിവരെ കാണാതാകുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന 2 പേർ ഈ വഞ്ചി മറിഞ്ഞതിനെ തുടർന്ന് നീന്തി രക്ഷപ്പെട്ടു. പക്ഷേ ഇവർക്ക് നീന്തി കയറാൻ സാധിച്ചില്ല. ശക്തമായ കാറ്റും മഴയുമായിരുന്നു ഈ സമയം കോട്ടപ്പുറത്തുണ്ടായിരുന്നതെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാത്രി വൈകിയുള്ള തിരച്ചിലടക്കം ദുഷ്കരമായിരുന്നു. ഇന്ന് നേരം പുലർന്നതിന് ശേഷമാണ് സജീവമായ തിരച്ചിലിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും തീരദേശ പോലീസിന്റെയും സഹായത്തോടു കൂടിയുള്ള തിരച്ചിലാണ് ഈ മേഖലയിൽ നടത്തുന്നത്. ഓക്കെ, സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത്. കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ വഞ്ചി മറിഞ്ഞ 2 പേരെ കാണാതായി എന്നുള്ള വാർത്തയാണ് വരുന്നത്.